ഈ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ദയനീയ പരാജയമാണ് CPM നേരിട്ടത്. 85 സീറ്റിലധികം മത്സരിച്ചപ്പോൾ കേവലം 26 സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കുവാൻ സാധിച്ചത്. കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോൾ കോട്ടയം ജില്ലയിലെ 9 സീറ്റുകളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയായിരുന്നു. കേരളത്തിൽ പൊതുവിൽ CPMൻ്റെയും ഇടതുമുന്നണിയുടെയും പരാജയത്തിന് വഴിയൊരുക്കിയത് നേതൃസ്ഥാനത്തുള്ള പിണറായി വിജയൻ്റെ സാന്നിധ്യമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ കോട്ടയം ജില്ലയിൽ CPMൻ്റെ അധപതനത്തിന് കാരണമായത് പ്രധാനപ്പെട്ട മറ്റ് 3 നേതാക്കൾ കൂടിയാണ്. ഇതാരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി വിശദീകരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോൾ കോട്ടയം ജില്ലയെ അക്ഷരാർത്ഥത്തിൽ നിയന്ത്രിച്ചിരുന്നത് VN വാസവൻ എന്ന മുൻ മന്ത്രിയായിരുന്നു. 2016-21 കാലഘട്ടത്തിൽ പാർട്ടിക്ക് മേലും ഭരണ സംവിധാനങ്ങൾക്ക് മേലും വാസവൻ പിടിമുറുക്കിയത് CPM ജില്ലാ സെക്രട്ടറി എന്ന നിലയിലായിരുന്നു. പിന്നീട് 2021 പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായതോടെ മന്ത്രി എന്ന പദവി ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ജില്ലയിലെ മുഴുവൻ സംവിധാനങ്ങളെയും വാസവൻ തൻ്റെ കീശയിലാക്കി കൊണ്ടു നടക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വാസവൻ സമാനതകളില്ലാത്ത അഴിമതിയാണ് കോട്ടയത്ത് നടത്തിയത് എന്ന ആക്ഷേപം അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന സഖാക്കൾ പോലും ഇപ്പോഴും പരസ്യമായി ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ CPMൻ്റെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി യോഗങ്ങളിൽ VN വാസവൻ എന്ന നേതാവിനെതിരെ നിശിതമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ അനവധി ബാറുകളാണ് കോട്ടയം നഗരത്തിനുള്ളിലും കോട്ടയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും പുതുതായി ആരംഭിച്ചത്. ഇത്തരം ബാറുകളിൽ മിക്കയിടത്തും വാസവന് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്ന ആക്ഷേപം പാർട്ടി യോഗങ്ങളിൽ സജീവമായി ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ പാറമട ലോബിയുടെയും കള്ള മണൽ മാഫിയ ലോബികളുടെയും വക്താവായി വാസവൻ മാറി എന്ന ആക്ഷേപവും സജീവമാണ്. വാസവൻ്റെ ഡ്രൈവറായി 5 വർഷക്കാലം മുമ്പ് വരെ നിലനിന്നിരുന്ന വ്യക്തി ഇപ്പോൾ 1 കോടി രൂപയ്ക്കടുത്ത് വില വരുന്ന ആഡംബര കാറിൽ കോട്ടയം നഗരത്തിലൂടെ വിലസുമ്പോൾ ആ കാഴ്ച കാണുന്നവർക്കറിയാം VN വാസവൻ നടത്തിയ അഴിമതികളുടെ ആഴം എന്ന കാര്യം പ്രത്യേകം ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഏതൊക്കെയാണെങ്കിലും ബാർ മുതലാളിയായ VN വാസവൻ തുടങ്ങിയ ബാറുകളുടെ ഇനിയത്തെ അവസ്ഥ എന്തായിരിക്കുമെന്നും നാം കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇത്തരത്തിൽ പാർട്ടിയുടെ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് കോട്ടയം ജില്ലയിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിൽ മുൻ മന്ത്രി കൂടിയായ VN വാസവൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന സജീവമായ വിമർശനം ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ കൃത്യമായ പ്രതിഫലനമായിരുന്നു ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ VN വാസവൻ കോട്ടയം DCC അധ്യക്ഷനായ നാട്ടകം സുരേഷിനോട് ഏറ്റുവാങ്ങിയ ദയനീയ പരാജയം. നാട്ടകം സുരേഷിനോട് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, കുമരകവും തിരുവാർപ്പും അയ്മനവും പോലുള്ള പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും UDF സ്ഥാനാർത്ഥിയായ നാട്ടകം സുരേഷിന് പിന്നിലായി VN വാസവൻ ഫിനിഷ് ചെയ്തു എന്നുള്ളതും പാർട്ടിയുടെ പരാജയത്തിൻ്റെയും തകർച്ചയുടെയും ആഴം വ്യക്തമാക്കുന്നതാണ്. അങ്ങനെ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ CPMൻ്റെ സമ്പൂർണ്ണ പതനത്തിന് വഴിയൊരുക്കിയത് VN വാസവൻ്റെ നേതൃനിരയിലുള്ള സാന്നിധ്യമായിരുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യമുണ്ട്, CPMനെ വാസവൻ തീർത്തതുപോലെ തന്നെ വാസവൻ്റെ രാഷ്ട്രീയ ജീവിതവും ഈ പരാജയത്തോടുകൂടി ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പാർട്ടിക്കുള്ളിൽ ഒരു മടങ്ങിവരവിനോ പൊതുരംഗത്തേക്ക് ഒരു മടങ്ങിവരവിനോ VN വാസവന് ശേഷിയില്ല എന്ന വസ്തുതയും ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അത്തരത്തിൽ പാർട്ടിയെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് കോട്ടയം ജില്ലയിൽ നയിച്ചതിൻ്റെ മുഖ്യ കാരണക്കാരൻ വാസവനാകുമ്പോൾ ഇദ്ദേഹത്തിന് ചില കൂട്ടുപ്രതികൾ ഉണ്ട് എന്ന കാര്യം കൂടി നാം മറന്നു പോകരുത്. ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതികളിൽ പ്രധാനിയാണ് അഡ്വക്കേറ്റ് K അനിൽകുമാർ. ചാനൽ ചർച്ചകളിലൂടെ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ആസ്ഥാന കോമാളികളിൽ ഒരാളായി മാറുവാൻ അഡ്വക്കേറ്റ് K അനിൽകുമാറിന് സാധിച്ചിരുന്നു. അത്രമാത്രം നിലവാരമില്ലാത്ത ന്യായീകരണങ്ങളാണ് ഈ പിണറായി സർക്കാരിൻ്റെ ദുഷ്ചെയ്തികളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വന്ന് നിരത്തിയിരുന്നത്. എന്നാൽ താനൊരു കോമാളിയായി എന്ന് തിരിച്ചറിയാതിരുന്ന ഏക വ്യക്തിത്വവും കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ അഡ്വക്കേറ്റ് K അനിൽകുമാർ തന്നെയായിരിക്കും. 2021 തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് 18,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട അനിൽകുമാർ ഇത്തവണ 40,000-നടുത്ത് വോട്ടുകൾക്കാണ് പരാജയം നേരിട്ടത്. അഡ്വക്കേറ്റ് K അനിൽകുമാർ താനൊരു കോമാളിയാണ് എന്ന് തിരിച്ചറിയാതെ നേരത്തെ തന്നെ കോട്ടയത്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും കളത്തിലിറങ്ങുകയും ചെയ്തിരുന്നു. അനിൽകുമാർ മുന്നിട്ടിറങ്ങിയതോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വിജയം ഉറപ്പായിരുന്നതിനാൽ കോട്ടയത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞുപോയി എന്ന ആക്ഷേപം പോലും പാർട്ടിക്കാർ ഇപ്പോൾ ഉയർത്തിവിടുന്നുണ്ട്. K അനിൽകുമാറിൻ്റെ നേതൃനിരയിലുള്ള സാന്നിധ്യം CPMന് കോട്ടയം ജില്ലയിൽ വല്ലാത്ത അവമതിപ്പാണ് ഉണ്ടാക്കിയത്. സ്ത്രീ വോട്ടർമാരും പുതുയുഗ വോട്ടർമാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള വോട്ടർമാരും പാർട്ടിയെ പൂർണ്ണമായും കൈവിടുവാൻ K അനിൽകുമാറിനെ പോലൊരു നേതാവിൻ്റെ സ്ഥാനാർത്ഥിത്വം കോട്ടയം നിയോജക മണ്ഡലത്തിലും പൊതുവിൽ കോട്ടയം ജില്ലയിലും സഹായകരമായി UDFന് ഭവിച്ചു എന്ന് വേണമെങ്കിലും നമുക്ക് വിലയിരുത്താം. ഇത്തരത്തിൽ VN വാസവനോടൊപ്പം തന്നെ കേരളത്തിലെ ആസ്ഥാന കോമാളി എന്ന സ്ഥാനം നേടിയെടുത്ത K അനിൽകുമാറിൻ്റെ നേതൃനിരയിലുള്ള പ്രകടനം
UDFന് അക്ഷരാർത്ഥത്തിൽ വലിയ അനുഗ്രഹമായി മാറുകയായിരുന്നു. CPMനെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് തള്ളിവിട്ടതിന് കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ അനിൽകുമാറാണെന്നും നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. കോട്ടയം ജില്ലയിലെ CPMനെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് തള്ളിവിട്ടതിൻ്റെ മൂന്നാമത്തെ കാരണക്കാരൻ എന്ന് പറയുന്നത് ഒരു യുവ നേതാവാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ജെയ്ക്സി തോമസ് എന്നാണ്. ജെയ്ക്സി തോമസ് ആണെന്ന് പേരെങ്കിലും ജയിക്കാൻ യോഗമില്ലാത്തവൻ എന്ന പരിഹാസവും പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളും പൊതുജനങ്ങളും ഇദ്ദേഹത്തെക്കുറിച്ച് ഉയർത്തുന്നുണ്ട്. ജെയ്ക്കിനെ സംബന്ധിച്ചിടത്തോളം 2021 പൊതു തെരഞ്ഞെടുപ്പിൽ ചില വർഗീയ ധ്രുവീകരണങ്ങളുടെ ആനുകൂല്യത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അഭിമാനകരമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലുണ്ടായ താൽക്കാല പ്രതിഭാസം മാത്രമായിരുന്നു ഈ രാഷ്ട്രീയ സാഹചര്യവും അഭിമാനകരമായ പോരാട്ടവുമെന്ന് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലം പുറത്തു വന്നപ്പോൾ മലയാളികൾക്കും കോട്ടയംകാർക്കും കൃത്യമായി ബോധ്യം വരികയും ചെയ്തു. ജെയ്ക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വെറുക്കപ്പെട്ടവനായി മാറുന്നതും പാർട്ടിക്ക് അദ്ദേഹം ഒരു അവമതിപ്പുണ്ടാക്കുന്നതും അദ്ദേഹത്തിൻ്റെ അക്ഷരസ്ഫുടതയില്ലാത്ത സംസാര ശൈലിയും വീരവാദം മുഴക്കലും അതുപോലെ തന്നെ തൻ്റെ സംസാരത്തിനിടയിൽ അദ്ദേഹം ബോധപൂർവം ബുദ്ധിജീവിയാണ് എന്ന പരിവേഷം കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില കടുകട്ടിയുള്ള വാക്പ്രയോഗങ്ങളുമാണ്. എന്നാൽ ഇതൊന്നും കോട്ടയംകാർക്ക് തീരെ ദഹിക്കുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ജെയ്ക്സി തോമസിനെ പോലൊരു നേതാവായിരിക്കും കോട്ടയത്ത് ഭാവിയിൽ CPMനെ നയിക്കുവാൻ പോകുന്നത് എന്ന ചിന്ത വോട്ടർമാരെയും ജനങ്ങളെയും ഏറെ ആകാംക്ഷപ്പെടുത്തിയിരുന്നു. ഇത്തരമൊരു ഗതികേട് തങ്ങൾക്കുണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധിയാൽ അവർ പാർട്ടിയെ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് തള്ളിവിടുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ വസ്തുതകളൊക്കെ ജെയ്ക്സി തോമസ് നേരത്തെ മനസ്സിലാക്കിയിരുന്നതിനാൽ അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തയ്യാറായില്ല. അഖിലേന്ത്യാ നേതാവായി ഡൽഹിയിൽ തന്നെ തുടരുവാനാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ CPM എത്രനാൾ അഖിലേന്ത്യാ പാർട്ടി ആയിരിക്കും എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമുള്ളതിനാൽ അദ്ദേഹം കോട്ടയത്തേക്ക് തിരികെ എത്തുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. ഏതൊക്കെയാണെങ്കിലും CPM അണികൾ തീർത്തും തള്ളിപ്പറയുന്ന ഈ 3 നേതാക്കളാണ് കോട്ടയം ജില്ലയിലെ CPMൻ്റെ സമ്പൂർണ്ണ പരാജയത്തിന് കാരണമായത് എന്ന് നമുക്ക് നിസ്സംശയം വിലയിരുത്തുവാൻ സാധിക്കും. ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും, കോട്ടയം ജില്ലയിൽ CPMന് ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹം ഈ പരാജയത്തിന് കാരണക്കാരനല്ലേ എന്ന്. ഞാൻ മുമ്പ് പറഞ്ഞ 3 നേതാക്കളുടെയും ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായതിനാൽ ഇദ്ദേഹത്തെക്കുറിച്ച് കോട്ടയംകാർക്ക് കൂടുതലൊന്നും അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും ഈ പരാജയത്തിന് ഒരു കാരണക്കാരനാകുന്നില്ല എന്ന വസ്തുതയും ഈ വീഡിയോയിൽ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട രസകരമായ കാര്യമെന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസ്സുകാർക്ക്, കേരള കോൺഗ്രസ് നേതാക്കൾക്ക് CPMനോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നതുവരെ വലിയ ഭയഭക്തി ബഹുമാനമായിരുന്നു. കാരണം കോൺഗ്രസ്സുകാരുടെ ആക്രമണത്തിൽ നിന്ന് തങ്ങളെ സംരക്ഷിച്ചു പിടിക്കുന്ന കവചകുണ്ടലങ്ങളായിട്ടാണ് ഇവർ CPM നേതാക്കളെ കണ്ടതും ബഹുമാനിച്ചു പോന്നിരുന്നതും. എന്നാൽ കോട്ടയം ജില്ലയിൽ തങ്ങൾക്കും CPMനും ഇടതുമുന്നണിക്കും സമ്പൂർണ്ണ പരാജയം ഉണ്ടായതോടുകൂടി ഈ തെണ്ടുകളുടെ കൂടെ നിന്നതിനാലാണല്ലോ തങ്ങൾക്ക് ഈ ഗതികേടുണ്ടായത് എന്ന പരസ്യ വിമർശനവുമായി കേരള കോൺഗ്രസ് നേതാക്കളും കളം നിറഞ്ഞ് സജീവമാകുന്നുണ്ട്. ഒരു ഉളുപ്പുമില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFലേക്ക് പോയിരുന്നുവെങ്കിൽ തങ്ങൾ വിജയിച്ചു കയറിയേനെ എന്ന് കേരള കോൺഗ്രസ്സുകാർ പറയുമ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആത്മനിർവൃതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം മോൻസ് ജോസഫ് പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു കാരണവശാൽ UDF മുന്നണിയിലേക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എത്തിയിരുന്നുവെങ്കിൽ ജില്ലയിലെ ഈ തിളക്കമാർന്ന വിജയത്തിനുള്ള പരിപൂർണ്ണ ക്രെഡിറ്റും അടിച്ചുകൊണ്ടു പോകുവാനും അതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാരെയും ഇതര ഘടകകക്ഷികളെയും ചവിട്ടിത്താഴ്ത്തുവാനുമുള്ള ഒരു പ്രത്യേക മെയ്വഴക്കം കഴിഞ്ഞ കാലം കൊണ്ട് കേരള കോൺഗ്രസ്സുകാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെങ്കിലും അത്തരമൊരു ദുര്യോഗം തങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന ആശ്വാസത്തിലാണ് കോട്ടയം ജില്ലയിലെ കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും ഇപ്പോൾ അഭിമാനകരമായ ഈ വിജയം ആഘോഷിച്ച് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ കോട്ടയം ജില്ലയിൽ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് വഴിവെച്ച രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.